നിനക്കെന്നെ കാണാൻ പറ്റുന്നുണ്ടോ? താനെങ്ങനെയാണോ ചത്തേ? നിന്നെ ഇന്ന് ഞാൻ CI ആക്കോളാം. കളി എപ്പോഴോ ബോധം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ തീർന്നെന്ന്. എന്നാലും പോയോ? ഓ അവിടെ വെക്കണോ? ഞാൻ പറയട്ടെ, പറഞ്ഞ കാര്യം മുഴുവൻ തീർന്നില്ല. ആ നിൽക്കാൻ ഇയാൾ എന്തൊരു മനുഷ്യനാണ്. കണയി പോവാണ. ഞാൻ നിന്റെ കാല് പിടിക്കാൻ. നീ എന്നോട് ക്ഷമിക്കണം. ഞാനന്ന് കള്ളും പുറത്തറിയാതെ നിന്റെ അപ്പനെ തള്ളിയിട്ട് പോയതാ. അതിന് നീ എന്നെ ഒരു പ്രാവശ്യം തല്ലിയില്ലേ? വേണേ ഇനിയും തല്ലിക്കോ ആന്റണി. ദാസപ്പം പോയിക്കോ. പോയിട്ട് വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ അവസാനമായിട്ട് കാണാൻ നോക്ക്. പൊക്കോ. പിന്നെ വീട്ടുകാർ ഞാൻ ചത്തെറിഞ്ഞ് എല്ലാവരും സമാധാനിച്ചിരിക്കുകയായിരിക്കും. അല്ലേലും അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ വിഷമിച്ചിരുന്നുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിന്റെ പേരും പറഞ്ഞ ആ പെണ്ണിനെ വിളിക്കുന്ന ആരാണെന്ന് കണ്ടുപിടിക്കണം. അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നാളെ രാവിലെ 10 മണിക്ക് പാലത്തിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വരുന്നല്ലേ നീ പറഞ്ഞത്? നമ്മളവിടെ പോകുന്നു, അവനെ പൊക്കുന്നു. കർത്താവേ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ സഹായിക്കുന്നത് എന്തിനെന്നായിരിക്കും നീ ഇപ്പം വിചാരിക്കുന്നത്? പോകുന്നതിന് മുമ്പ് ഞാനും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യട്ടോ. എങ്ങാനും സ്വർഗം കിട്ടിയല്ലോ. ഞാനൊരാത്മാവ് ഒഴിച്ച് ബാക്കി എല്ലാരും ഫോണിലാണല്ലോ. എങ്ങനെ കണ്ടുപിടിക്കും? ആന്റണി, ഞാൻ എത്ര സമയമായിട്ട് ഇവിടെ കാത്തിരിക്കുന്നറിയോ? എന്തായി? അവൻ വന്നോ? അവൻ ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞേ. വരട്ടെ. വരുന്നുണ്ട്. ഹായ്, മനസ്സിലായില്ലേ? സുബീഷ് കുട്ടിയല്ലേ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കാറുള്ള സഞ്ജന. തനിക്ക് ഫോൺ എങ്ങനെ കിട്ടി? ശേ, അതൊക്കെ നമുക്ക് വിശദമായിട്ട് ഏത് ഐസ്ക്രീം പാർലർ പോയി സംസാരിച്ചാൽ പോരെ. എന്നാത്തിനാ വെയിലുകൊണ്ട് കിടക്കാൻ നിൽക്കുന്നത്? താൻ അത് ചോദിച്ചതിന് മറുപടി പറ. പിന്നെ മനുഷ്യനെ നേരിട്ട് മനസ്സിലാക്കുന്നതിന് കൂടുതൽ ഒരു ഫോണിലൂടെ എന്ത് മനസ്സിലാക്കാനാണ്? ഇനി മേലെ എന്റെ കൺവെടുത്ത് നിന്നെ കണ്ടുപോകരുത്. എടീ, നീ സുബീഷിനെ തല്ലിയല്ലേ? എനിക്ക് സുബീഷ് കാണിച്ചു തരാടി. ആരാ? ഈ പട്ടി എന്തിനാ നോക്കണേ?
സഞ്ജു മോളെ മോളെ എന്താ അച്ഛാ? എന്ത് പറ്റി എൻ്റെ മോക്ക്? മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. എനിക്കൊരു കുഴപ്പമില്ല. അച്ഛൻ ചോദിച്ചെന്നേ ഉള്ളൂ. ടി വി കാണാനും വന്നില്ല. അതിനെനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് വേണ്ടേ? ഒരു ചെറിയ ക്ഷീണം തോന്നി കിടന്നേ ഉള്ളൂ. ഒന്ന് കഴിക്കാതെ വന്ന് കിടന്നാലെങ്ങനാ? അമ്മ അവിടെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നു. വാ, കഴിച്ചിട്ട് വന്ന് കിടക്ക്. ഞാൻ പിന്നെ വന്നേക്കാം. മക്കൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറയണം. അറിയാലോ, അമ്മയ്ക്കും അച്ഛനും മക്കളും മാത്രമേ ഉള്ളൂ. പോലട്ടാ, കാലത്ത് പള്ളിയിലച്ഛനെ കൊണ്ടുവരാൻ വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. കത്തൊരുമാതിരിപ്പെട്ട എല്ലാവർക്കും കൊടുത്തായിരുന്നു. അവൻ്റെ ഫോട്ടോഗ്രാഫർമാരായിട്ടുള്ള കുറേ കൂട്ടുകാരുണ്ട്, അവരെ വിളിക്കാൻ മറക്കണ്ട. പോളേട്ടാ, ഇല്ല കൊച്ചിനോട് പറയണ്ടേ, അവൻ ആ കൊച്ചിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവനെ അതെ, നിനക്ക് ആ കൊച്ചിനെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അത് വിട്ട് കളയണ്ട. അങ്ങനെ വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കാലം കഴിഞ്ഞ് കഴിയുമ്പം മനസ്സിനൊരു തോൽവിയായി കിടന്ന് നമുക്ക് കുത്തും. ഇച്ചാച്ചന് കുറെ കുത്തുന്നുണ്ടല്ലേ? മറക്കാൻ കഴിയില്ല, മരിക്കുവോളം നിന്നെ വെറുക്കാനറിയില്ല മലർക്കിളിയേ. വേണ്ട, അപ്പം അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളാരുമായിട്ട് അപ്പമ്മച്ചിനെ അറിയിക്കണ്ട. ഷേ, എന്നാത്തിനാ പിന്നെ പറഞ്ഞ അടിച്ചേച്ച് കിടന്നേ, ഞാൻ എടുത്തോണ്ട് വരാം. എടാ സുധർമ്മ, അവനിവിടെ നമ്മളെ വിട്ട് പോയിട്ടില്ലടാ. അവൻ ഈ പരിസരത്ത് എവിടെയൊക്കെ ആയിട്ട് നിൽക്കുക. എനിക്കങ്ങനെ തോന്നുന്നു. ഇതടിച്ചോ പോളേട്ടാ, ഉറക്കമൊന്നും വരില്ല, എന്നാലും അടിച്ചോ. പോളേട്ടിന് വേണ്ട, നിങ്ങളടിച്ചു. പോളേട്ടിനെ അടിച്ച പോളേട്ടിനെ ഇറങ്ങിയാൽ